നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ സർവകലാശാലയിൽ ഒന്നാം വർഷ ബിരുദാനന്തര പ്രൈവറ്റ് രജിസ്ട്രേഷൻ പ്രവേശനം വൈകുന്നത് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണെന്ന് പാരലൽ കോളേജ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. റെഗുലർ സ്വാശ്രയ കോളേജുകളിൽ ക്ലാസുകൾ ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രൈവറ്റ് രജിസ്ട്രേഷൻ സംബന്ധിച്ച് യാതൊരു അറിയിപ്പുമില്ല. ഇത് വിദ്യാർത്ഥികൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറാൻ ഇടയാക്കുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. റെഗുലർ സ്വാശ്രയ മേഖലകളിൽ പ്രവേശനം ലഭിക്കാതെ നിരവധി കുട്ടികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്ന അവസ്ഥയുണ്ടാവുന്നുണ്ട്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വന്നതോടെയാണ് സമാന്തര വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലായത്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നിയമം 72 പ്രകാരം കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലും ബിരുദാനന്തര കോഴ്സുകൾ പ്രൈവറ്റ് വിദൂര സംവിധാനത്തിൽ നടത്തരുതെന്ന ഉത്തരവാണ് പ്രതിസന്ധിക്കടിസ്ഥാനം. കണ്ണൂർ സർവകലാശാല അടിയന്തരമായും പ്രവേശന നടപടി ആരംഭിക്കണമെന്നും പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാത്ത പക്ഷം സമാന്തര മേഖല അനിശ്ചിതകാല സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് ഒന്നാം വർഷ അഡ്മിഷൻ ക്ഷണിച്ചത് എന്ന് ആലോചിച്ചു നോക്കിയാട്ട് ഈ കേരളത്തിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നൊക്കെ പാടി നടന്ന കേരളത്തിൽ ഒരു നവംബർ മാസത്തിലാണ് കുട്ടികൾ ഒന്നാം വർഷ ഡിഗ്രി PGക്ക് അഡ്മിഷൻ ക്ഷണിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി. ഇപ്പോഴും സ്വാശ്രയ കോളേജിൽ, റെഗുലർ കോളേജിൽ പ്രവേശനം ലഭിക്കാത്ത +2 പാസ്സായ നൂറുകണക്കിന് കുട്ടികളുണ്ട് എന്ന യാഥാർത്ഥ്യം സർക്കാർ സർവകലാശാലകൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. സർവകലാശാലക്ക് അതിന് ഒരു പ്രധാന കാരണം ഈ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ ഒരു 72ാം ഒരു നിയമമാണ്. 72 എന്ന് പറയുന്നൊരു നിയമം. അത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു നിയമം ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KN രാധാകൃഷ്ണൻ, NV പ്രസാദ്, TK രാജീവൻ, VV സതീശൻ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.